അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ വിശ്വാസികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഏറ്റവും കൂടുതൽ അവിടുന്ന് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ജീവിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിച്ച പല കാര്യങ്ങളും വേണ്ട രൂപത്തിൽ നമ്മൾ ചെയ്യുന്നത്, ഇബാദത്തുകൾ ചെയ്യുന്നത്, നല്ല ദീനീപരമായിട്ടുള്ള ചിട്ടകളിൽ നമ്മൾ നടക്കുന്നത്, പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ നമ്മളെല്ലാവരും എണീറ്റ് നിസ്കരിക്കുന്നത് തുടങ്ങി ദിക്റുകളും സ്വലാത്തുകളും കൊണ്ടും നമ്മുടെ നാക്കും നമ്മുടെ മനസ്സുമൊക്കെ നമ്മൾ സുന്ദരമാക്കുന്നത് ഒരു നല്ല മരണം നമുക്ക് ലഭിക്കാനാണ്. മരിക്കുന്ന സമയത്ത് ഹുസ്നുൽ ഖാത്തിമത്ത് കിട്ടണം, ഖബർ ജീവിതം സന്തോഷമാകണം, സിറാത്തും ഹിസാബും മഅ്ശറയും ഒക്കെ നമുക്ക് സുന്ദരമാകണം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ലക്ഷ്യവും അതായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ, ആ ഭൂമിയിലൂടെ ജീവിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വവും അത് തന്നെയാണ്. ആലമുൽ അർഹാമും ആലമുൽ അർവാഹും ഒക്കെ കഴിഞ്ഞാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. റൂഹുകളുടെ ലോകമായ ആലമുൽ അർവാഹില് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ദുനിയാവിലെ ജീവിതമാകേണ്ടത് എന്നും നിന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ സുന്ദരമായ റബ്ബ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മെ പഠിപ്പിച്ച് വ്യക്തമായി ഒരു ധാരണയോടുകൂടെ നമ്മെ ദുനിയാവിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു, നമ്മെ പടച്ചു. പക്ഷെ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ദുനിയാവിൽ ജീവിക്കുകയാണ് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മളൊന്നും ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ മുൻപന്തിയിലേക്ക് വരുന്നില്ല എന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു മൈനസാണ്. ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ദിവസം കണ്ണൂര് ഭാഗത്ത് നിന്ന് ഒരു ഉമ്മയുടെ മരണ വാർത്ത കേൾക്കാനിടയായി. നഫീസ എന്ന് പറയുന്ന കുന്നുംപുറം നഫീസ എന്ന് പറയുന്ന ഒരു ഉമ്മ, ആ ഒരു ഉമ്മയ്ക്ക് ചെറിയ ക്ഷീണങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ട്. ഉമ്മ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാത്രേ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വന്തം ചെറിയ മകളെ വിളിച്ചിട്ട് പറയാണ്, മോളെ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, കടങ്ങളുണ്ട്, കൊടുക്കാനുള്ളതൊക്കെ ഏൽപ്പിക്കാണ്, പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാണ്, മരണാനന്തര കാര്യങ്ങളുടെ ചടങ്ങുകളും മറ്റുമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഉമ്മ എല്ലാവരോടും പൊരുത്തം ചോദിക്കാൻ. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് ആ ഉമ്മ പോവാൻ. ഹോസ്പിറ്റലിലേക്ക് എത്തി ഉമ്മയെ നേരെ ഐസിയുലേക്കാണ് അത്ര കൊണ്ടുപോകുന്നത്. കാരണം അത്രയ്ക്ക് രോഗിയാണ്, ക്ഷീണത്തിലാണ്. ആ ഉമ്മാനെ ഹോസ്പിറ്റലിൽ ഐസിയുലേക്ക് ഇട്ടപ്പോൾ ആ ഉമ്മ പെട്ടെന്ന് ഹോസ്പിറ്റലിന്റെ ഐസിയുലേക്ക് നിന്ന് ആ ഒരു നഴ്സ് ഓടി വന്നിട്ട് പറയാത്രേ, ആ ഉമ്മ, നിങ്ങളുടെ ഉമ്മ ഓക്സിജന് വെച്ച് കൊടുത്തിട്ട് അതൊക്കെ തട്ടിത്തെറിപ്പിക്കുകയാണ്, ശരീരത്തിലൂടെ ഘടിപ്പിച്ചതൊന്നും വേണ്ടെന്ന് പറയാണ്, എന്തൊക്കെയോ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉമ്മയുടെ ബന്ധപ്പെട്ട ബന്ധുക്കളൊക്കെ ഇവിടേക്ക് വന്നപ്പോൾ ആ ഉമ്മ ഒരുപാട് ദിക്റുകളും തൗബയും തഹ്ലീലുകളൊക്കെ ചൊല്ലാണ്. ആ ഉമ്മ പറയുന്നുണ്ട്, എനിക്ക് ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് തൗബ ചെയ്യാൻ, എനിക്ക് കലിമ ചൊല്ലാൻ, റബ്ബിലേക്കൊന്ന് ദിക്റ് ചൊല്ലി എനിക്ക് അവസാന സമയം ഒന്ന് ഇരിക്കാൻ നിങ്ങൾ എന്തെന്നെ സമ്മതിക്കാത്തത്? ഇതൊന്നും എന്നെ അതിന് കഴിയുന്നില്ല, സാധിക്കുന്നില്ല, അതുകൊണ്ട് ഇതൊക്കെ എനിക്കൊന്ന് മാറ്റിത്തരണമെന്ന് ആ ഉമ്മ അവിടുന്ന് പറയുന്നുണ്ടത്രേ. അവസാനം ആ ബന്ധപ്പെട്ടവരൊക്കെ ആ ചികിത്സയ്ക്കല്ല പ്രാധാന്യം കൊടുത്തത്. ആ ഉമ്മ ചൊല്ലട്ടെ, ദിക്റ് ചൊല്ലട്ടെ, തഹ്ലീലുകൾ ചൊല്ലട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ആ ഉമ്മ മരിച്ചുപോയി എന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായി. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനിതൊക്കെ കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. പടച്ച റബ്ബേ, എന്തൊരു സൗന്ദര്യമുള്ള മരണമാണ് അത് കേൾക്കുമ്പോൾ അല്ലേ. ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവുക എന്നത് എത്ര വലിയ ഭാഗ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ നമസ്കാര ശേഷവും പ്രാർത്ഥനാ സദസ്സിലൊക്കെ നമ്മൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ ഇജ്അൽ ആഖിറ കലാമിന ഇൻദൽ മൗതി മഅൽ ഈമാനി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലേ, ആ മരിക്കുന്ന സമയത്ത് റബ്ബേ, നീ ഞങ്ങളുടെ വാക്ക്, അവസാന വാക്കത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കി തരണേ എന്ന് നമ്മളൊക്കെ ദുആ ചെയ്യുന്നത് പിന്നെ എന്തിനാണ്? ആ ഉമ്മയുടെ അവസാന സമയത്തുള്ള ആ ഒരു രംഗം അത് കേട്ടപ്പോൾ മനസ്സുകൊണ്ട് കൊതിച്ചു പോയി, റബ്ബെ, അങ്ങനെ തൗബ ചെയ്ത് ദിക്റുകൾ ചൊല്ലി നന്മകൾ ചെയ്ത് മരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലും.
ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ സ്വലാത്തുമാരായിരിക്കും, അല്ലെങ്കിൽ ആ ദിക്റിന്റെ ഒരു കൗണ്ടർ ആയിരിക്കും. നമ്മൾ അങ്ങനെ ദിക്ർ സ്വലാത്തുകളൊക്കെ ചൊല്ലി നടക്കുന്ന ആളുകളാണ്. പക്ഷേ എവിടെയെങ്കിലും ചെറിയൊരു ഈമാനിലോ പ്രവർത്തനത്തിലോ ചെറിയ ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു ഷർറുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മതി നമ്മുടെ ജീവിതം ആകെ നാശമാകാൻ. ദുനിയാവും നഷ്ടപ്പെടും, ആഖിറവും നഷ്ടപ്പെടും. അല്ലേ? മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലാൻ നമുക്ക് കഴിയണം. ചില ആളുകൾ അവർക്ക് തോന്നിയതുപോലെ നടക്കുന്നുണ്ടാകും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഈമാനിന്റെ പ്രകാശം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടാകും. അല്ലേ? അത് മതി അവരുടെ ജീവിതത്തിൽ അവർ കലിമ ചൊല്ലാനും ഈമാൻ കിട്ടി മരിക്കാനും ജീവിതത്തിൽ നന്മകൾ ലഭിക്കാനും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നമ്മുടെ ഖൽബിലേക്കാണ്. മരിക്കുന്ന സമയത്ത് നല്ല മരണം ലഭിക്കാനും നമ്മുടെ ജീവിതത്തിൽ സുന്ദരമായ ഒരു ജീവിതം ഉണ്ടാകാനും എല്ലാവരോടും നല്ല നിലയിൽ നമ്മൾ പെരുമാറുന്ന ഒരു ജീവിതമാകാനൊക്കെ നമ്മൾ പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. നഫീസ് ഉമ്മ മരണപ്പെട്ടതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. സ്വർഗ്ഗം അല്ലാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതുപോലത്തെ നല്ലൊരു മരണം നമുക്ക് കാഴ്ചവെക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മുടെ ഇരുലോകവും അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് വിജയിപ്പിക്കാൻ നമുക്ക് കഴിയണം. നാട്ടിൽ നല്ലൊരു നാട്ടുകാരനായും കൂട്ടുകാർക്കിടയിൽ നല്ലൊരു കൂട്ടുകാരനായും നമ്മുടെ വീട്ടിൽ നല്ലൊരു വീട്ടുകാരനായിട്ടും മാറാൻ നമുക്ക് കഴിയണം. റബ്ബിന്റെ മുമ്പിൽ നല്ലൊരു അടിമയാകാൻ നമുക്ക് കഴിയണം. മനസ്സിലായോ? അല്ലാഹു തആല ദുനിയാവിൽ നമ്മെ പറഞ്ഞു വിടുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മോട് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതെല്ലാം അനുസരിക്കുന്ന ഒരു അടിമയാകണം നമ്മൾ. ജീവിതം അങ്ങനെയുള്ള ആളാകാൻ നമുക്ക്. അവിടെയാണ് നമ്മുടെ വിജയം. അല്ലെങ്കിലാണ് ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ, കയ്പുനീരുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അല്ലാഹു തആല മനസ്സിലാക്കാനുള്ള ഒരു ബോധം റബ്ബ് നമുക്ക് നൽകട്ടെ. നല്ല മരണം അല്ലാഹു തആല നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.